ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നീതിക്കുട്ടൻ്റെ റിസൾട്ട് വന്നപ്പം. ശരിക്കും പറഞ്ഞാൽ ഇവള് 8th വരെ ഇവളൊരു ഔട്ട്സ്റ്റാൻഡിങ് ആണ്, നല്ല അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. 9th വന്നപ്പോഴത്തേന് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ അഡ്മിറ്റഡ് ആവും, അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറേ ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇവളായിരിക്കും കുറച്ച് ലീസ്റ്റ് അറ്റൻഡൻസ് ഉള്ള കുട്ടിയാണ്. അപ്പം മിക്കവാറും മാവേലി പോകാൻ പറ്റില്ല. പിന്നെ ഇവര് ഞങ്ങൾ നാട്ടിലാണ് എന്നെ കാണിക്കും. അപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം പിന്നെ ഈ നോട്ട്സ് ഒക്കെ ഇവർ അപ്പം ഇവർക്ക് പഠിക്കാനല്ല സമയം ഉണ്ടാവും. പിന്നെ ഈ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ചേച്ചി അനിയൻ്റെ പ്രധാന ഡ്യൂട്ടി. അപ്പോൾ എനിക്ക് സങ്കടം വന്നതെന്ന് പറഞ്ഞാൽ അതിലും അത് കഴിഞ്ഞ് 9th കഴിഞ്ഞപ്പോഴത്തേന് ആ 9th അല്ല വീണ്ടും 10th വരിക. അപ്പോൾ 10th മിക്കവാറും മാത്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് തുടങ്ങി നമുക്ക് ആ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ലല്ലോ. പിന്നെ ചെല്ലുമ്പം കുഞ്ഞുങ്ങൾക്ക് അത് അറിയണമെന്നില്ല. അപ്പം അങ്ങനെയായിരുന്നു അവൾ പഠിച്ചെടുത്തത്. 10th സെക്കൻഡ് ടേം ഒന്നും എനിക്ക് ഓർമ്മ തന്നെയല്ല പഠിച്ചത്. എന്ന് പറഞ്ഞാ പനിയൊക്കെ വന്നിട്ട് കുറെ പനിയായതിൻ്റെ 2 ആഴ്ച എല്ലാവർക്കും ഉണ്ടാവും ഇതൊക്കെ. അപ്പം അതാണ് എനിക്ക് സങ്കടം വന്നത്. അപ്പം ഞാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് എന്നിട്ടും അവരത് നേടി അതിലേക്ക് വന്നല്ലോ എന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. അങ്ങനെ പക്ഷെ റിയാക്ഷൻ വീഡിയോ സങ്കടമല്ലല്ലോ വരണ്ട, സന്തോഷമല്ലേ വരണ്ട. സന്തോഷം കണ്ടില്ലായിരുന്നു, റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. എടുക്കണേ ഇവിടെ ഒരാൾ കിടന്ന് മോങ്ങണത് കാണിക്കാൻ അതങ്ങനെ അപ്പം ഉണ്ടായിരുന്നില്ല, അപ്പൊക്കെ ട്രെയിനിങ് ആയിരുന്നു. പപ്പാജിനെ വിളിച്ചു പറയാം. കുഞ്ഞു പാവമുണ്ട് കേട്ടോ, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് പിസ്സ മേടിച്ചാണെന്ന് മാത്രമാണ് അവള് പറഞ്ഞത്. പാവം.